നിങ്ങൾക്ക് ഏവർക്കും പെസഹ വ്യാഴത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. പെസഹ എന്ന് പറയുന്നത് പാഷ എന്ന വാക്കിൽ നിന്നാണ് ഈ പെസഹ വരുന്നത്. പാഷ അല്ലെങ്കിൽ പാസ്ക എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നു പോകലെന്നാണ്. യഹൂദജനം ഈജിപ്തിൽ നിന്നും കാനാൻ ദേശത്തേക്ക് കടന്നു പോകലിൻ്റെ ഓർമ്മയുടെ ആചരണമായിട്ടാണ് യഹൂദജനം ഈ പെസഹ ആഘോഷം നടത്തുന്നത്. പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ദൈവം നൽകിയ വലിയ നേതാക്കന്മാരുടെ കൂടെ കാനാൻ ദേശത്തേക്കുള്ള യാത്ര. ക്രൈസ്തവരെ സംബന്ധിച്ച് സഹനത്തിൻ്റെ പാതയിലൂടെ കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ കടന്നുപോകലിനെ ഈ പെസഹ കൊണ്ട് അർത്ഥമാക്കുന്നു. ആയതിനാൽ യഹൂദജനവും ക്രൈസ്തവ ജനവും തമ്മിൽ ഈ കടന്നുപോകൽ പെസഹ വഴി ഒരുമിപ്പിക്കപ്പെടുന്നു. എല്ലാം യാത്രയാണ്. അത് ഒരു വലിയ ജനസമൂഹത്തിൻ്റെ, ഇസ്രായേൽ ജനത്തിൻ്റെയും അതുപോലെ തന്നെ ഇവിടെ ദൈവപുത്രനായ ഈശോ മിശിഹായുടെ ഈ യാത്ര. രണ്ടാമതായിട്ട് ഈ പെസഹ വ്യാഴാഴ്ചയിൽ കാല് കഴുകൽ കർമ്മത്തിലൂടെയാണ് നാം പെസഹ ആഘോഷിക്കുക. കാല് കഴുകുക എന്ന് പറഞ്ഞാൽ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവപുത്രൻ പഠിപ്പിക്കുന്നത് ചെറുതാകുവാൻ വേണ്ടിയാണ്. ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃക എന്ന് പറഞ്ഞാൽ കടന്നു വരുന്ന വിരുന്നുകാരുടെ കാലുകൾ കഴുകുക എന്നുള്ളതാണ്. തൻ്റെ ശിഷ്യന്മാരെ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കാല് കഴുകുവാനായിട്ട് ദൈവപുത്രനായ ഈശോ ഇവരെ ക്ഷണിക്കുമ്പോൾ ഇവരെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പരസ്പരം കാല് കഴുകുവാനായിട്ട്, സ്നേഹിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് എന്ന്. കാല് കഴുകിക്കൊണ്ട് പരസ്പരം ഒരു ബന്ധത്തിൻ്റെ, സ്നേഹബന്ധത്തിൻ്റെ ഒരു വലിയ നൂൽ ബന്ധത്തിലൂടെ ഇവർ പങ്കുചേരുകയാണ് ഇവിടെ. പ്രത്യേകിച്ച് നാം വായിച്ചു കേൾക്കുന്നത് പോലെ ദൈവപുത്രനായ ഈശോ തന്നെ ചെറുതാക്കിക്കൊണ്ട് ശിശുവായി പുൽത്തൊട്ടിയിൽ പിറന്ന ആ യേശുനാഥൻ തന്നെയാണ് തൻ്റെ ജീവിതത്തിലൂടെ ഈ ദൈവപുത്രന് ചെറുതാകുവാനായിട്ട് സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നത്. മൂന്നാമതായിട്ട് ഏറ്റവും വലിയ പെസഹ ദിനത്തിൽ നമ്മൾ ആഘോഷിക്കുന്നത് പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനവും പൗരോഹിത്യ സ്ഥാപനവുമാണ്. പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് ഇത് സ്നേഹത്തിൻ്റെ വലിയ സ്മാരകമായി നിങ്ങളിത് ഉൾക്കൊള്ളണമെന്ന് ഈശോ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്വയം മുറിച്ചു കൊടുക്കുമ്പോൾ മുറിവുണ്ടാക്കുന്നതാണ് സ്നേഹമെന്ന വിശുദ്ധ മദർ തെരേസയുടെ ആ വലിയ വാക്കുകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുറിച്ചു കൊടുത്തുകൊണ്ട് ഇത്ര ചെറുതാകാനായിട്ട് എത്ര വളരെയണമെന്ന ആ വലിയ ക്രൈസ്തവ സങ്കല്പം ഉൾക്കൊണ്ടുകൊണ്ട് ഈശോ തന്നെ കുദാശയാക്കി ചെറിയ ഓസ്തിയിൽ ആയതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിവസം. ഞാനായിരിക്കുന്നതും എനിക്കുള്ളതും ഞാൻ ചെയ്യുന്നതുമെല്ലാം ദൈവമേ നിനക്കും നിൻ്റെ ജനത്തിനും വേണ്ടിയാണെന്ന് ദൈവപുത്രനായ ഈശോ പറയുമ്പോൾ ക്രൈസ്തവരായ മാമോദീസ മുങ്ങിയ നമ്മളെല്ലാവരും ഒരു പരിശുദ്ധ കുർബാനയായി തീരുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ വലിയ കൽപ്പന അവിടെ നൽകുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ കുദാശയാണ്. എല്ലാ മനുഷ്യരെയും ഒരുമിപ്പിക്കുന്ന, എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഈ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ മുട്ടുമടക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും
ദൈവോത്രൻ്റെ മുന്നിൽ ആയിരിക്കുവാനായിട്ട് ഈ പെസഹ വ്യാഴാഴ്ച പ്രത്യേകമായിട്ട് നമ്മെ ക്ഷണിക്കുകയാണ്. ഫ്രാൻസിസ് പാപ്പ ദിലെക്സിസ് നോസ് എന്ന തൻ്റെ ചാക്രിക ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ പങ്കുചേരുവാൻ വിളിക്കപ്പെട്ടവരാണെന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം അത് വറ്റാത്ത ഉറവയായി പരിശുദ്ധ കുർബാനയിലൂടെ അത് നിർഗളിക്കുന്നു. കാലുകഴുകൽ എന്ന ആ വലിയ ശുശ്രൂഷയിലൂടെ അത് നിവർത്തിക്കപ്പെടുന്നു. പരിശുദ്ധ കുർബാന അതൊരു കടന്നുപോക്കാണ്. ഈ ജീവിതയാത്രയിൽ നമ്മുടെ കടന്നുപോകൽ അത് വിജയത്തിലേക്കുള്ള യാത്രയാണ്. പരിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ പെസഹ ആഘോഷത്തിലൂടെ പരസ്പര സ്നേഹത്തിൻ്റെ വക്താക്കളായി തീരുവാനായിട്ട്, പരസ്പരം കാല് കഴുകുന്ന ശുശ്രൂഷയിൽ പങ്കുചേരുവാനായിട്ട് നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ.